നൊയമ്പ് കാലത്ത് ഒരു ദിവസമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കണ്ടേ? അതെ. അപ്പൊ മുകളിലുള്ള പാകത്തിനുള്ള ഒരു ചക്ക വെട്ടിച്ചാടിക്കാം. ആ നോക്കാം. തലയിട്ട് വീഴരുത് കേട്ടോ. അതൊരു വല്ലാത്ത ചക്കയിടലായി പോയി. ഓ പഴയ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് റജിച്ചേട്ടൻ വന്നു. എന്തിനാ എനിക്ക് വെട്ടാൻ പറ്റൂല. അങ്ങനെ വെട്ടിക്കോ, എനിക്ക് പേടിയാവും. ഞാൻ ഒരുപാട് പേർക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാൻ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര മാസം പ്രായമായ ചക്കയാണ് ഇടിഞ്ചക്ക എടുക്കണേന്ന് അറിയില്ല. പിന്നെ ഇത് തിന്നാൻ പറ്റുമോ? ഒന്നും ഒഴിച്ചില്ലല്ലോ. ഇന്ന് ഒഴിക്കാനില്ലാന്ന് പറഞ്ഞു. കുട്ടികൾ ഒഴിഞ്ഞ് തുടങ്ങിട്ടേക്കാൻ പാടില്ല. എന്നാണ് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കണേ? നടക്കണതേ ഇതിന്റെ പണി മെനക്കേടുള്ള പണിയാ ഇതിനിട്ടുള്ള. പക്ഷേ നൊയമ്പ് കാലത്ത് ഒരു ദിവസമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കണ്ടേ? അതെ. അപ്പൊ നിനക്കും ഇടിഞ്ചൊക്കെ താല്പര്യമാണല്ലോ. അപ്പൊ അത് ഒരെണ്ണം ഇട്ട് നാളെ തോരനുണ്ടാക്കാം. അതിനുള്ള ശ്രമമാണ്. അപ്പൊ ഏതിടണം എന്തിടണം എന്ന് ഞാൻ ചെക്ക് ചെയ്യുവാണ്. താഴെയുള്ളത് ഇട്ട് കഴിഞ്ഞാ ചക്കയ്ക്ക് താഴെയുള്ളത് ഇവിടെ താഴെയുള്ളത് കറക്റ്റ് പാകത്തിനുണ്ട്. പക്ഷെ ചക്കയായിട്ട് എടുക്കാലോ നമുക്ക്. ഇട്ടെടുക്കാൻ എളുപ്പല്ലേ. പഴഞ്ചക്ക ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ച. ഇടിഞ്ചക്ക തൊട്ടിക്കൊണ്ട് ഇടാവുന്നത് നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ. ആയിട്ടുള്ള ചക്ക കിടന്നു കഴിഞ്ഞാൽ മൂത്ത് കഴിയുമ്പോൾ അവനവന് ഇഷ്ടം പോലെ ഇട്ടെടുക്കാന്ന്. അതുകൊണ്ട് മുകളിലുള്ള പാകത്തിനുള്ള ഒരു ചക്ക വെട്ടിച്ചാടിക്കാം. നോക്കട്ടെ കേട്ടോ. ഞാൻ നീട്ടാം, അതിടാം. ഇവിടെ കിടക്കണ ഇച്ചിരി മൂത്ത് പോയി. ഒരെണ്ണം പിന്നെ ഇച്ചിരി മൂത്ത് കുറവാ. നമുക്ക് മൂത്ത തന്നെ ഇടാം, പാകം മൂത്ത. അതെ, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തോട്ടി ആയതുകൊണ്ടേ കുഴപ്പമില്ല. ഇതിടാ. എന്നിട്ട് ഇച്ചിരി മറ്റത് പൊരോടി വെച്ച് ഇടുമ്പോ സാധ്യതയുണ്ട്. നെറ്റ് കാണാൻ നല്ലതാ. നെറ്റ് കാണാൻ നല്ല. ഇതിനെയാണ് ഉന്നം വെക്കണത്. നോക്കാം കേട്ടോ. നോക്കാം. തലയിട്ട് വീഴരുത് കേട്ടോ. വേണ്ട, രണ്ടും മൂന്നാം നല്ല ചക്ക പറഞ്ഞു. നമുക്ക് ഇവിടെ തന്നെയുള്ളതില്ല. അല്ല, പക്ഷെ അതിന്റെ ഞെട്ട് മുറിഞ്ഞു കാണൂലേ? പിന്നെ ഞെട്ട് മുറിയാൻ തൊട്ടിട്ട് വേണ്ട. ഞെട്ട് മുറിയാൻ അറ്റ് ലാസ്റ്റ് അമ്മ ലാഡർ എടുത്തോണ്ട് വന്നു. കാര്യം നടക്കൂല. കാരണം താഴെ കിടക്കണ ഇട്ട ഇച്ചിരി വലിപ്പം അധികം നന്നാക്കി എടുക്കാൻ ആളില്ല. കണ്ടേ ആയതുകൊണ്ട് നാളെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അത് നടക്കൂല. നാളെ നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് പറിക്കാം. കൂടുതൽ നീട്ടിക്കഴിഞ്ഞാൽ ആയും കിട്ടാൻ ഇച്ചിരി വിഷമം. അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് കയറിയാൽ മതി. നോക്കട്ടെ കേട്ടോ. ഒന്നുകൂടെ നെട്ടേക്ക് ഇടുന്നതാണ്. നമുക്ക് കാണാൻ പറ്റില്ല. അത് മതി. അല്ല, അത് മതി. അതിൽ കയറിയുള്ള പണിയേ ഉള്ളൂ. എനിക്ക് ഹൈറ്റ് അറിയാലോ എങ്ങനെയാണെന്ന്. ഇടുവാണേ. ചിലപ്പോൾ രണ്ടും പോരും. രണ്ടും മോനെങ്കിൽ പോരട്ടെ. അതൊരു വല്ലാത്ത ചക്കയിടലായി പോയി. മറ്റതാ കിട്ടേണ്ടത്. ഇതിന്റെ ചക്കയിലൊക്കെയാണ് വെട്ടിയത്. നട്ട് പോയി ഇരിക്കുമായിരുന്നു. ഇത് പിടിച്ചിരുന്നാൽ തീർന്നേനെ. നട്ട് പോയി. അത് ഉപയോഗിക്കാൻ പറ്റില്ല. തീരെ ചെറുതാ, കൊള്ളൂല. ഇതാട്ടോ നമ്മുടെ ഉന്ന. മറ്റത് പോന്നല്ലോ. അതെ, ആവശ്യമില്ലാത്തതേ. അതെ, ഒരു ചക്കയായി കിട്ടേണ്ടതായിരുന്നു. ഒരിച്ചു നോക്കട്ടെ കേട്ടോ. ദൈവം കാക്കും. അതെ, മേത്തേക്കെങ്ങാ വീണായിരുന്ന ഈ കഥ കഴിഞ്ഞേനെ. അതൊക്കെ പറഞ്ഞോണ്ടിരുന്നു. കാര്യങ്ങൾ കഴിച്ചു പോകാൻ പറഞ്ഞതിന് മുമ്പ്. അതെ 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 അതെ. മറ്റേ അവിടെ കിടക്കട്ടെ. വീഡിയോയില് കാണുമ്പോ കഴിഞ്ഞു കേട്ടോ. തീരെ പിന്നിതാ. മറ്റത് എടുക്കാൻ ചെറുതാ.
അവിടെ കൊണ്ടു വെച്ചേച്ച് ലാഡർ കൊണ്ടുപോകാം കേട്ടോ. ലൈൻ കമ്പിയിൽ മുട്ടരുത്. ഇതാ വാ, ഞാനവിടെ വെച്ചേച്ച് വരാം. ലാഡർ എടുത്തോളാം. ഞാൻ എടുത്തോണ്ട് വരാം. ഈ ചക്ക വെറുതെ വേസ്റ്റ് ആയി പോയി. ഞാനും ലാഡറും പോവുകയാണ്. നമ്മുടെ വീട് കണ്ടോ, പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദരനായി. ഈ ഗ്രീനറി പുറത്തുള്ളോണ്ടേ നല്ല മാച്ചിങ്ങാ വീടിന്റെ കളർ കോമ്പിനേഷൻ. പഴയ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. പ്രത്യേകിച്ച് മച്ചും മാറാമ്പലും. പിന്നെ അത് എപ്പോഴും തൂത്തും തുടച്ചു വരുന്നില്ലെങ്കിൽ വേനൽക്കാലത്ത് ചെതല് പിടിക്കും. അതെ, കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് പൊളിച്ച് മേഞ്ഞതാ മൊത്തം, മോള് മുഴുവനും. മച്ചിന്റെ പാടിക്ക് കുഴപ്പമില്ല. പട്ടിക കഴുക്കോലെല്ലാം മാറ്റി ഓട് ആ ബിനു വന്ന അശാരി വന്ന എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരാഴ്ചത്തെ പണിയായിരുന്നു. ഒരേ ഏരിയ പൊളിച്ച് റിപ്പയർ ചെയ്ത് അപ്പം പിന്നെ കംപ്ലീറ്റ് നീറ്റാക്കി വെച്ച്. ഇനിയൊരു 4-5 കൊല്ലത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. അതിന് തടി മേടിച്ച് അറപ്പിച്ച് പട്ടികയും കഴുക്കോലും ഒക്കെ ശരിയാക്കി റെഡിയാക്കിയത്. എന്തൊരു പങ്കപ്പാടായിരുന്നു വേനക്ക്. ഒരേ മുറി അങ്ങ് പൊളിക്കും മോൾ ഭാഗം. എൻ്റെ പൊന്നെ, പടുത കെട്ടിയിട്ടേച്ച് അത് കഴിച്ചു കൂട്ടി. ഇത് വെച്ചേച്ച് വരട്ടെ കേട്ടോ. ചക്ക നമുക്ക് നാളെ എടുത്താൽ മതി. ചക്കയുടെ പടം എടുത്തോ. വിളഞ്ഞീനൊക്കെ കളയണത് എടുക്കാം. അതെ, ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചക്ക. ചറം വീഴാതിരിക്കാൻ മണലൊക്കെ ഇട്ട് ഒരച്ചോണ്ടാ പോന്നേ അമ്മ. അതെ, നിങ്ങൾ കണ്ടല്ലോ ഇട്ടത്. അതെ, നാളെ കട്ടിങ് കാണിക്കാം അല്ലേ. രാവിലെ ഇല്ലേ നൊയമ്പല്ലേ മോനെ, നമ്മളൊരു ഇടിഞ്ചക്ക ഇട്ട് വെച്ചില്ലേ. അതെ, അതപ്പോ ശരിക്കും പറഞ്ഞാൽ ഇടിഞ്ചക്ക ക്ലീനിങ് എല്ലാം വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുള്ളതാ. എന്നാലും പുതിയ വ്യൂവേഴ്സിന് വേണ്ടി ഒന്നോടെ ഒന്ന് ഫുൾ കട്ട് ചെയ്ത എങ്ങനെയാ നമ്മൾ ചെയ്യണേന്ന് കാണിക്കാന്ന് കരുതി എടുത്തു വെച്ചേക്കണതാ. നമ്മള് അരിവാൾ തൊട്ടിയും കൊണ്ട് മുറിച്ചപ്പോ ഞെട്ടിക്കട പറഞ്ഞു പറ്റിയതാട്ടോ. ഇറങ്ങി അവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യണേ. അങ്ങ് ചവിട്ടിപ്പോ കുഴപ്പമൊന്നുമില്ല, പേപ്പർ കുഴപ്പമില്ല. ഏടാ കൂടെ ആണല്ലേ എല്ലാം. ഈ വിറ്റിയൊക്കെ ഇത് അടിക്കണോണ്ട് എപ്പോഴെല്ലാം വീണ് കിടക്കുക. പെയിന്റിന്റെ മണം അത്രയും അടുത്തിരുന്ന് കഴിഞ്ഞാൽ തെറിക്കൂട്ടോ. ആ താഴ്ത്തേല് വേണം. എനിക്ക് വെട്ടാൻ പറ്റൂല അങ്ങനെ. വെട്ടിക്കോ, എനിക്ക് പേടിയാ. ഞാൻ എൻ്റെ തീരുമാനത്തിൽ വെട്ടണ കണ്ടോണ്ട് അപ്പ പറയും സർക്കിൾ വെട്ടണം. ദേ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് എടുത്താലേ സൗകര്യ. അപ്പച്ചൻ്റെ വെട്ടുകത്തിയത് ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന ഓർക്കണില്ലേ. എത്ര വർഷം പഴക്കമുള്ള. അപ്പ പറയും അപ്പയുടെ ഒരുവിധം ഓർമ്മ വെച്ചതാണ് പോലെ ഉള്ളതാണത്. പക്ഷെ ഇടയ്ക്ക് മുറിച്ചപ്പെടുത്താറുണ്ട് കൂട്ടോ. ഇത് കൊണ്ടുപോയി കൊല്ലൻ്റെ അടുത്ത് തുമ്പയൊക്കെ കൊടുക്കുമ്പോൾ അതുണ്ടാവും. ഞാൻ ഒരുപാട് പേർക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാൻ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇന്ന് റജിച്ചേട്ടൻ വന്നു. എന്തിന് പാഷൻ ഫ്രൂട്ട് തൈ വള്ളി വീശി തുടങ്ങിയെന്ന് അപ്പ വിളിച്ചു പറഞ്ഞു. ഉടനെ റജിച്ചേട്ടന് ഇച്ചിരി തിരക്ക് കൂടുതലായിരുന്നു 2 ആഴ്ചയായിട്ട്. വർക്ക്ഷോപ്പ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യണ ചേട്ടൻ റജി വന്ന അളവെടുത്തോണ്ട് പോയി പന്തലിന് ഏത് പാഷൻ ഫ്രൂട്ട് കയറ്റാനുള്ള പന്തല 2 ഒരു 10 ദിവസത്തിനകം റെഡിയാവും. അപ്പ അതിന്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തേക്കണം. രാവിലെ മുതൽ എന്നോട് പറഞ്ഞു റജി വരുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞോളൂന്ന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഫൈനലൈസ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞ ശരിയാവൂല്ലെന്ന് അറിയാം. അതുകൊണ്ട് ഓക്കെ ഇനി അത് പന്തലിട്ട് നമുക്ക് കാണിക്കാം ഓരോ സ്റ്റേജുകൾ അല്ലേ. ഇതിന്റെ സ്റ്റേജ് കാണാം. അല്ല എനിക്ക് അതിലില്ലേ, ഞാനിപ്പോ ഇത് ഒരുക്കുമ്പോ ഇല്ലേ അതിലിതുണ്ടായി കിടക്കണമെന്ന് സങ്കല്പിക്കുക. താഴത്തേക്ക് തൂങ്ങി കിടക്കണത്
അത് പണ്ട് നമുക്ക് ആ ഒരു ദൂരമായിരുന്നു മരത്തിന്റെ കാഴ്ച ഉണ്ടായിരുന്നു. മരത്ത് അത് ഈ മാത്തിച്ചേട്ടൻ മരം കൊണ്ട് കമ്പ് വെട്ടിയില്ലേ കുറേ നാളെ തന്നെ ഈ ഏരിയയിൽ ഒന്നും പാഷൻ ഫ്രൂട്ട് ഇല്ലായിരുന്നു. ഇല്ല നമ്മുടെ ഇവിടെ മാത്രമേ. നിന്റേത് വളരെ കുഞ്ഞായിട്ടിരുന്ന സമയം. അപ്പച്ചനും അമ്മച്ചിയും പോയി. ഞങ്ങളുടെ പണിക്കാരൻ ചേട്ടൻ്റെ കാര്യം ചേട്ടനും ഈ ലോകത്തൊന്ന് പോയി. കട്ട് ചെയ്യും അതെ കണ്ടോ. ഇനിയിപ്പോ കട്ട് ചെയ്യാൻ അറിയാലോ. അറിയാം. കുനിയിൽ ഇങ്ങനെ മാറ്റണം കേട്ടോ. ഓ ആ നടുക്കുള്ളത് കളയണോ അല്ലേ? കുഞ്ഞിലില്ല കുഞ്ഞിലെന്ന് പറഞ്ഞാൽ ഫിൽറ്ററാ മറ്റേ ഇതായിരിക്കണ അല്ല കുപ്പിയിലൊക്കെ എണ്ണ ഒഴിക്കണ സാധനം കുഞ്ഞിൽ. ഇത് കൂഞ്ഞിൽ. ഈ വെള്ളത്തിലേക്ക് ഇടണ കറ അല്ലെങ്കിൽ കറയുണ്ട് ഇതിന്. കറ അല്ലെങ്കിൽ തന്നെ കറയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചക്ക വെട്ടണ കത്തി എടുക്കണം. ബലമുള്ളത് വേണം ഇത് കളയാൻ. ആരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുയിൽനാദം കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഞങ്ങൾക്കും സന്തോഷം. ഓല വീഴുന്നത് വേനലായതുകൊണ്ട് എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുമല്ലേ. മഴ എന്ന് പെയ്യുമോ? അയ്യോ വർക്ക് പണി കഴിഞ്ഞിട്ട് പെയ്താൽ മതിയായിരുന്നു. ഇവിടുത്തെ വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് അത് പെയ്താലും ഒരു ചെറിയ പുളിഞ്ഞ് പോവല്ലേ ഉപയോഗിച്ച്. മൂപ്പ് പാകാം. ഈ തൃപ്പൂണിത്തരൊക്കെ കടകളിൽ വിൽക്കാൻ വെച്ചേക്കണ കണ്ടിട്ടില്ലേ ഇടിഞ്ചക്ക. അത് പിന്നെ അവിടെ എല്ലാം കിട്ടുമല്ലോ. നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുക്കണം. പിന്നെ പെരുമറിയിൽ അമ്മാച്ചൻ കൊണ്ടുവരുമായിരുന്നു. അവിടുത്തെ ആ പ്ലാവേ ആ കാറ്റും മഴയും വന്നപ്പോൾ പെടന്നു പോയി, ഒടിഞ്ഞു പോയി. ആ മറ്റേ മലയിൽ നിന്ന പറമ്പിൽ നിന്ന പ്ലാവ് അതിൽ നിന്നായിരുന്നു ഇടിഞ്ചക്ക കൊണ്ടുവന്നു. എത്ര മാസം പ്രായമായ ചക്കയാണ് ഇടിഞ്ചക്ക എടുക്കണേന്ന് അറിയോ? ഇല്ലടി എനിക്കറിയില്ല. എനിക്കറിയാറ്, ഞാൻ മറന്നുപോയി. പക്ഷെ അറിയാവുന്നവര് കമന്റ് ചെയ്യട്ടോ. ഞാനൊരു മൂപ്പ് കണ്ട് കട്ട് ചെയ്യുന്നത് എനിക്ക് 4 മാസമൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? അറിയാൻ മേല, എനിക്കറിയില്ല. മറന്നുപോയി. എനിക്കറിയായിരുന്നു. ഞാൻ ഏതോ ബുക്കിൽ ഞാൻ വായിച്ചതാ. പക്ഷെ പണ്ട് ഇടിഞ്ചക്കയുടെ വീഡിയോയിൽ നീ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചക്ക എപ്പിസോഡ് ഇട്ടില്ലേ ഒരു പ്രാവശ്യം അന്നേരം. ഇനിതേ ഇവിടെ എല്ലാം ഇതൊക്കെ ഇട്ട് മുഴുവൻ പെയിന്റിങ്ങിന്റെ എല്ലാം വീണ് കിടക്കുക. നമ്മുടെ പാത്രം കഴുകണ തൊട്ടില. ഇനി ഇത് കഴുകി നമുക്ക് കുക്കറി വേവിക്കാൻ വെക്കാം കേട്ടോ. എത്ര തവണ കഴുകുക? എത്ര തവണയെന്നൊന്നുമില്ല, അത് വൃത്തിയാവുന്നവരങ്ങ കഴുകുക. ആ കറയാല്ലേ? കറയാ പുളിയൊന്നുമല്ല. അത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടാലും കറയുണ്ട്. അത്രയും തുമ്പി വെക്കുകയില്ലേ. എന്നിട്ട് ഇത് കഴുകുമ്പോൾ ഒപ്പം കൂടണ്ട അല്ലേ? ഇതിന് ഉളുമ്പുള്ള സാധനങ്ങൾക്ക് ഒപ്പിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇവിടുത്തെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള പിഷ്ടാലിച്ച് അവസാനം ഇടിഞ്ചക്കയെന്ന കടച്ചക്കയെന്ന വായിൽ വന്നത്. ഇടിഞ്ചക്ക ഈ പരുവത്തിലായി. അതിലേക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ച് സ്വല്പം മഞ്ഞപ്പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പ ചേർത്തിട്ട് ദേ ഒന്ന് മാറിക്കോട്ടോ. വെള്ളത്തിൻ്റെ അടിയിൽ ഒഴിച്ചിട്ടുണ്ട് വേവാനുള്ള. ചേർത്തിട്ട് ഇതിലേക്കിട്ട് മറിച്ചാൽ നിന്റെ ഫോണിലേക്ക് വീണാ പിന്നെ എന്നിട്ടില്ലേ ഒറ്റ വിസിൽ മതി, അല്ലെങ്കിൽ അമങ്ങിപ്പോവും. ഒറ്റ വിസിലടിച്ച് ഓഫ് ചെയ്തേച്ച് എടുക്കുക. എന്നിട്ട് ഇടികല്ലേല് ചതച്ചെടുക്കുക. കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. ചതവിലാണ് പ്രത്യേകത. എന്നിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടണം, തോരനുണ്ടാക്കണം. പരിപാടി എളുപ്പമാണ്, അല്ല എളുപ്പമല്ല. കാരണം ക്ലീനിങ് നല്ല പങ്കപ്പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സംഗതി എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മുറിച്ചൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി സൗകര്യം അല്ലേ? ജോലിക്കൊക്കെ വന്നവരുള്ള ദിവസം ഇത് കട്ട് ചെയ്തെടുത്ത് ഇത് ചെയ്യിക്കുവാണെങ്കിൽ നല്ല സുഖം, നമുക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത്, അങ്ങനെ ഹെൽപ്പിനൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുള്ള ദിവസം ഇതൊക്കെ റെഡിയാക്കി വെക്കുക. വേവിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും തോരനാക്കാം. അങ്ങനെ ചെയ്യാം. ഞാനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും തന്നെ തോരനാക്കി വെക്കും, എന്നിട്ട് പിന്നെ ചൂടാക്കി എടുക്കുള്ളൂ. വേവിച്ച് പിന്നെ വെച്ചേച്ചെടുക്കണം എനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ ഇന്ന് ഇത് പകുതിയെ തോരനാക്കുള്ളൂ. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഉച്ച കഴിഞ്ഞ് വേറൊരു പരിപാടി ഉണ്ട്, അറിയാലോ എല്ലാം. അത് കാരണം ഇന്ന് പകുതി എടുത്തത് തോരനുണ്ടാക്കും. ഉച്ചത്തേക്ക് ഇതല്ല ഇന്ന് ഭക്ഷണം. അത് നിനക്കറിയാലോ. നോയമ്പായതുകൊണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ റെസിഡൻസിന്റെ അവിടെ വെജാ പറഞ്ഞേക്കണത്. വെജും നോൺ വെജും അവിടെ ഇന്ന് അവൈലബിൾ ആണ്. വെജിന് 120, നോൺ വെജിന് 150.
പെർ പ്ലേറ്റ്. 12 മണി മുതൽ അവൈലബിളാ. അപ്പൊ ഇത് റെഡിയാക്കി വെക്കണം വൈകിട്ടത്തേക്ക്. 2 വിസിൽ അടിച്ച് ഓഫ് ചെയ്തിട്ടു. എന്നിട്ട് ആവിയെല്ലാം പോയി. ഇനി തുറക്കുവാട്ടോ. എന്നിട്ടുണ്ട് ഇത്രയും എന്താ മതി. ഇനിയിപ്പോ തോരനായിട്ട് ഉണ്ടാക്കുമ്പോ തേങ്ങയൊക്കെ ഇട്ടൊന്ന് ചിക്കി ഇളക്കാനുള്ളതല്ലേ. ആവി പകരക്കും കയ്യിലേക്ക്. ഞാൻ മറിച്ചോട്ടെ. എനിക്ക് ഈ വശം വെച്ച് മറിക്കാനോ വശം. ഇച്ചിരി വെള്ളം അധികം ഉണ്ട് കേട്ടോ അതില്. ഉപ്പ് മഞ്ഞളും ഇട്ട വെള്ളമാണ്. അതിപ്പോ നിവൃത്തിയില്ല. അത്രയും കൂടുതൽ വെന്തുപോയി അത് ഇങ്ങനെ അമങ്ങിപ്പോവും. ഈ വേവാ പാകം. 2 വിസിൽ കേട്ടോ. നമ്മുടെ കുക്കറില പാകം വേവാ. ഉപ്പ് നോക്കാനാ. അങ്ങനെ നോക്കി എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് തിന്നാൻ പറ്റുമോ? വിളങ്ങീനും അല്ല ഇങ്ങനെ റോ ഫോമിൽ ഇരിക്കണം. വിളങ്ങീനൊന്നും ഇല്ലാട്ടോ. കൈയൊക്കെ നീറ്റാക്കി. ഓക്കെ നമുക്ക് ചതകല്ലിൽ ചതയ്ക്കുമ്പോ കാണിക്കാം. ഇച്ചിരി തണുക്കാതെ ചതയ്ക്കാൻ പറ്റില്ല. അപ്പൊ അന്നേരത്തെ ഞാൻ തേങ്ങ ഇരണ്ടി വെക്കാം കേട്ടോ. ഇരണ്ടി തീർന്നു. ഓക്കെ ഓരോന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതെ ഇത് ചതക്കണം എന്ന് എന്താ നിർബന്ധം? അല്ലാതെ എങ്ങനെ ഇങ്ങനെ കഴിക്കണം? ഇത് അരിഞ്ഞല്ലേ എടുക്കണം? ഇത് തന്നെയാണ് ശരിയാണ്. ചതച്ച് തന്നെ എടുക്കണത്. ഇതാണ് ആ പരുവം. അതെന്നാന്നറിയാമോ? മിക്സിയില് പൾസ് മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അമങ്ങിപ്പോവും. എൻ്റെ ഇത് പറഞ്ഞതാട്ടോ. ഇതില്ലാത്തവരിപ്പോൾ മിക്സിയിലൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞതാ. ഇപ്പം ചിലർ ചോപ്പറിലൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ രീതി ഇടിയലിൽ ചെന്ന് ചതക്കണ അരകല്ലിൽ. അപ്പം ഞാനത് ക്ലീൻ ചെയ്തിട്ടേക്കാത്തത് കൊണ്ട് ചതകല്ലിൽ ചതക്കാനേ ഉള്ളൂ. അരകല്ല ഏറ്റവും നല്ല സ്പീഡിൽ ചതക്കാം. ഇതിപ്പോൾ 2 പീസൊക്കെ ഇട്ടല്ലേ ചതയ്ക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ മെത്തേഡ്. ഈ ഫോമിലാക്കി ചതച്ച് ചതച്ച ഫൈനൽ ഫോം. ഇപ്പൊ വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പിലാട്ടോ. ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് അതിലേക്ക് ഇട്ടേക്കണം. ഇങ്ങനെ മൂത്ത് കഴിയുമ്പോ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒതുക്കാൻ പറ്റൂല കേട്ടോ. ഒതുക്കാനൊന്നും പോണില്ല. ഒതുക്കി ചേർക്കുക കൂടുതലും നല്ലത്. പക്ഷെ ഒതുക്കാനുള്ള പറ്റില്ല. 12 മണിയായി. നല്ല വെയിലായി. ഒരു രക്ഷയില്ല. അപ്പൊ ഇതിലേക്ക് ഈ തേങ്ങയിലേക്ക് തന്നെ നമുക്ക് മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി അതിൽ ഇട്ട് ഇച്ചിരി ഇട്ടേക്കെന്നാല് ഇട്ടങ്ങ തിരുമി ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഇടിഞ്ചക്ക ചതച്ചതിലേക്ക് ചേർക്കാം. മൂത്ത് കഴിയുമ്പോഴേ ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി ആട്ടോ തേങ്ങയിൽ ചേർത്തേക്കണം. ഇതൊരു ജീരകം കൂടെ ഇട്ടേക്കാം. ജീരകമൊക്കെ പൊട്ടിച്ച് ഇടണ്ട. തൽക്കാലം ചുമ്മാ ഇടഞ്ഞീരകം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഇടണം. പക്ഷെ പറഞ്ഞില്ലേ ഞാൻ പതുക്കെ ഇടികളിൽ ചതച്ചെടുത്തതാ. എന്തൊരു ചൂടാവച്ചേ. അയ്യോ ഭയങ്കര ചൂട്. പേപ്പറിനൊക്കെ മാറ്റിയത് കൊണ്ട് ചൂടങ്ങ് മൂത്തു. ഇത് ഇതിലേക്ക് ഇടാം. ഇച്ചിരി ഒന്ന് തേങ്ങ ഒതുക്കാത്തതുകൊണ്ട് ഇടിഞ്ചക്ക വെന്തിരിക്കുന്നത് കൊണ്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റണം. എന്നിട്ട് ഇടിഞ്ചക്ക ഇട്ട് ചിക്കി എടുക്കാം കേട്ടോ. കാണിച്ചു തരാം. ഇടിഞ്ചക്ക പിന്നെ പകുതി വെന്തല്ലോ. പകുതിയല്ല മുക്കാലും മുഴുവൻ തന്നെ വെന്തായി. ഓൾറെഡി വെന്താ. ഒരു പൊടിക്ക് മിക്സ് ആവാനുള്ള വേവ് മാത്രമെങ്കിൽ മതി. വേറെ ഒന്നും ഒരു പരിപാടിയും വേണ്ട. അതിലേക്ക് കാണിച്ചു തരാം. ഇടുവാണേ. കണ്ടോട്ടോ. ഇളക്കി മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോഴേയും ഇത് വേവിച്ച വെള്ളം ഇച്ചിരി ഇവിടെ ഇരിപ്പുണ്ട്. ആ വെള്ളം കൂടെ ഇച്ചിരി ഒഴിച്ച് അല്ലെങ്കിൽ കണ്ടമാനം ഡ്രൈ ആയിപ്പോകും. ഇച്ചിരി വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുക്കണം. കാണിച്ചു തരാം. കണ്ടോട്ടോ. തളിച്ചാൽ മതി അല്ലേ? കയ്യിലൊക്കെ ഇങ്ങനെ പറ്റിച്ച അത്ര ഇഷ്ടമല്ല. പിന്നെ കയ്യിലും കൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് നിർത്തിയില്ല. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണോട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടിഞ്ചക്ക എല്ലാവർക്കും ഒരു വികാരം. ഇടിഞ്ചക്ക തോരൻ ഭയങ്കര നൊസ്റ്റാൾജി ചെയ്തതിന്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളൂ. ചക്കയൊക്കെ മൂക്കണ സീസണായാൽ പിന്നെ ഇതിപ്പോ മിന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. കുറച്ചൊക്കെ പഴകി കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത വർഷം കാത്തിരിക്കണം. അന്നേരത്തേക്ക് പിന്നെ ചക്കക്കൊരു ഇതൊക്കെ ആവൂലേ. ഇടിഞ്ചക്ക പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റില്ല. ഇല്ല അല്ലേ? ഇടിഞ്ചക്ക ഫ്രീസ് ചെയ്ത് വെക്കാം. വേവിച്ചിട്ട് പീസാക്കി. അതൊരു കുഴപ്പമുണ്ടാവൂല. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണോ നമുക്ക്? പണിയാ ഭയങ്കര. നോക്കാം. അതാണൊരു പ്രശ്നം. ഞാൻ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും അരിഞ്ഞങ്ങനെ വേവിച്ചേച്ച് സിപ്ലോക്കിൽ ഇട്ട് വെച്ചേച്ച് കാണിക്കാം. വീഡിയോ ഇനി പിടിക്കാനൊന്നും പറ്റൂല ഇതിന്റെ കൂടെ. അല്ല നമുക്ക് പറഞ്ഞാ മതി. വേറെ ലൂസായാലും പറ്റൂല. ഇതിനിട്ടുള്ള പണി ഭയങ്കര പണിയാ. കൈ മുഴുവൻ അലമ്പാവും. ഞാൻ തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ അതൊക്കെ നന്നാക്കി പിറക്കി വേവിച്ച് വെച്ച്
ചൂടാറി കഴിയുമ്പോൾ അത് റെഡിയാക്കി പാത്രത്തിലാക്കി വെക്കാം. ഒരു വീഡിയോ പിടിക്കുന്ന ഒരു ദിവസത്തെ പകുതി ദിവസത്തെ പോക്കാണ് ഇന്ന് ഉണ്ടാക്കല്. അപ്പം പിന്നെ വേറെ വീഡിയോയ്ക്ക് സമയം കിട്ടൂല. അതുകൊണ്ടാണ് അപ്പം നമുക്ക് എന്നിട്ട് കാണിച്ചാൽ മതി. അല്ല ഇതിപ്പോൾ ഇത്രയും ഭാഗം കാണിച്ചിട്ടില്ലേ വേവിക്കണത് വരെ. ആ വേവിച്ച് കഴിഞ്ഞിട്ട് അത് കവറിലാക്കി വെക്കാതാണ് തട്ടം. അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഒരു ദിവസം ഞാനൊന്ന് ചെയ്ത് വെക്കാം. എത്ര നാൾ ഇരിക്കുമല്ലോ എന്തായാലും. വേവിച്ച് കഴിഞ്ഞാൽ ഇരിക്കുമായിരിക്കും. ചക്കയൊക്കെ നമ്മള് റോ ഫോമിൽ വെച്ചേക്കണമല്ലേ. അതെ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇത് പൊടിക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി പഴയ വേണ്ട എന്നാന്നറിയാമോ, ഉപ്പ് വെച്ച് വേവിച്ചിട്ട് ഇച്ചിരി വെള്ളം ബാക്കി വന്നില്ല. പക്ഷെ ആ വെള്ളം ഇതിലേക്ക് ഇപ്പൊ ആഡ് ചെയ്തു തീരെ ഡ്രൈ ആവാതിരിക്കാൻ. എന്നാൽ ഇച്ചിരി തേങ്ങയൊക്കെ ചേരുമ്പോ അതിനുള്ള ഉപ്പിന്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പൊ അതേ നമുക്ക് ചിക്കി ഇളക്കി വെച്ച് മൂടി പൊത്തി വെക്കാം. ഇച്ചിരി നേരം ഒന്ന് മിക്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ഗരം മസാല വേണമെങ്കിൽ ഇടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല. അത് ഇടണമെങ്കിൽ തേങ്ങയുടെ കൂടെ ഇടണമായിരുന്നു. ഈ പച്ച ടേസ്റ്റ് ആയാൽ പറ്റൂല. നല്ല രുചിയാണോ? വെരി ടേസ്റ്റി. ചൂടുണ്ടതാ ഇച്ചിരി തന്നത്. ഒലരണം. നല്ല രുചിയാട്ടോ. നല്ല രുചിയാ. വെരി ടേസ്റ്റി. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നല്ലതാ. നല്ലതാണ്. വൈകിട്ടിനപ്പോ വേണ്ടല്ലോ, നാളെ ഇവിടെ ബ്രെഡില്. അതെ അതെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ഈ ഇടിഞ്ചക്കയ്ക്ക് നല്ലതാ. അതെ അതെ അതെ. നമ്മുടെ പ്ലാവ് അല്ലേലും ഇടിഞ്ചക്കയ്ക്കും ചക്കക്കുരുവിനും കൂഴച്ചക്ക പഴത്തിനും ഒക്കെ നല്ലതാ. ചക്കയപ്പം ചക്ക വരട്ട അല്ല എല്ലാത്തിനും നല്ല. അതിന്റെ തൈ നടണം നമുക്ക്. അതിന്റെ ചോട്ടിൽ പണ്ടുണ്ടായിരുന്ന അപ്പ കുറെ അതിന്റെ കുരു അവിടെ തന്നെ ഇട്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊന്നും നട്ടില്ലാന്ന് എനിക്കറിയില്ല. പഴവന്ന പെണ്ണേരിയാണ്. ഞാൻ നടിയിലിന്റെ ആളല്ലല്ലോ. ടേസ്റ്റ് ഉണ്ടോ? ഇനി മിക്സ് ആവട്ടെ കേട്ടോ. മൊത്തത്തിലെ മുടി വയ്ക്കട്ടെ. ഇന്ന് കഞ്ഞിയല്ല അല്ലേ, ചോറ് തന്നെ എടുത്തത്. കഞ്ഞിയൊക്കെ എടുക്കാൻ അവിടെ പോയിച്ചു വന്നെങ്കിൽ കഞ്ഞി ആക്കാൻ പറ്റും. അതുകൊണ്ട് ചോറ് വാർത്തെടുത്തു. ഉച്ചത്തെ ചോറേ കുഴപ്പമില്ല, മതി. ഇതാക്കി വാർത്തെടുത്തു. വെളുത്തുള്ളി പിക്കിള്. ഇനി നാളെ വെണ്ടയ്ക്ക ചാറ് വയ്ക്കണം. വെണ്ടയ്ക്ക മപ്പാസ നാളെ. കോട്ടപ്പടിയിലെ അമ്മായിയുടെ സ്പെഷ്യൽ. ഇനിയിപ്പോ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട. അതെ 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 അതെ. മാസ്റ്റർ പീസ്. 30 മിനിറ്റോളം അമ്മായിയെ പറ്റി അമ്മ സംസാരിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മപ്പാസ്, വട്ടയപ്പം, പിന്നെ വരാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, മറന്നുപോയി. ഇതൊക്കെയാണ് മാസ്റ്റർ പീസ്. അതെ. ആ വെണ്ടയ്ക്ക മപ്പാസ് പറഞ്ഞു അല്ലേ. അപ്പയ്ക്ക് കൊടുക്കാം. ഓക്കെ. പറഞ്ഞ ഉപ്പൊക്കെ എടുത്തോണ്ട് പോകണം. ഇന്ന് ഇടിഞ്ചക്ക ഉണ്ട് കേട്ടോ. ഊണിൽ ആവശ്യമാകാൻ വേറെ ഒന്നും വേണ്ട. ഒന്നും ഒഴിച്ചില്ലല്ലോ. ഇന്ന് ഒഴിക്കാനില്ലാന്ന് പറഞ്ഞു. ഒഴിച്ചില്ലെങ്കിൽ ഇന്ന് അമ്മ പറഞ്ഞ പിക്കിള് ചാലിക്കാനാ. അതിനാണോ ഇത് മാത്രം പിക്കിളിട്ട? കുട്ടിയോട് വിളിഞ്ഞ് കൊടുത്തിട്ടേക്കാൻ പാടില്ല. ചോറിലൊരു കുഴി കുഴിച്ചിട്ടായാലോ. എന്നിട്ട് അങ്ങ് മൂടാം. ഇടിഞ്ചക്ക കൂട്ട്. അടുത്ത സെക്ഷനിൽ എടുത്താലും മതി. ഇടിഞ്ചക്ക